ഫ്ലെക്സിറ്റ് 7 days ചലഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ റിസൾട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് ഞാൻ എങ്ങനെ എടുക്കാറ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണോളം ഫ്ലാക്സീഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റോളം ഇത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ല് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളുടെ ഫ്ലാക്സീഡ് താഴെയായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ജെല്ലിങ്ങനെ നിൽക്കണം കണ്ടില്ലേ? അപ്പോൾ ഈ ജെല്ല് നമ്മൾ ജസ്റ്റ് കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കിയാൽ മതിയിട്ട്, എന്നിട്ട് ബാക്കി വരുന്ന അടിഭാഗം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചെയ്യാറ്, ജെല്ലെടുക്കാറ്. നിങ്ങൾക്ക് തുണി വെച്ചിട്ട് ഈ ഫ്ലാക്സ് സീഡൊക്കെ ചിലപ്പോൾ പെടും കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് അതൊന്നും പെടണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ജെല്ല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതിന് മുന്നേറ്റ് നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് ചിക്ക് അറുത്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ചലഞ്ച് തുടങ്ങാനായിട്ട് മുന്നുള്ള ഹെയർ ആണ് ഇത്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് 7 days കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്നിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഇതൊരു ഇങ്ങനത്തെ കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് തേക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അകത്തൊന്നും വെച്ച് ചെയ്യണ്ട കേട്ടോ. നമ്മൾ ബാത്റൂമിൽ വെച്ച് ചെയ്യുമ്പോഴും റിസ്ക്കാണ്. നിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത് കാണാണ്ട് അറിയാതെ ചവിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വഴിക്ക് അങ്ങോട്ട് പോകും. പിന്നെ അത് വലിയ അപകടങ്ങളൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അത് കാരണം തന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബാത്റൂമിൽ നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ എടുക്കാനുള്ള തന്നെ പുറത്തുനിന്ന് വെച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് കാരണം ഞാൻ ബാത്റൂമിൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്ലിയർ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി കാണാം കേട്ടോ. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. അപ്പോൾ മാക്സിമം ഒരു 1 hour വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയാം. ഇതൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഒലിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി അല്ലല്ലോ, കാരണം തന്നെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ചെറുതായിട്ട് നമ്മളുടെ ഹെയർ ഒന്ന് സ്മൂത്തായ പോലെയൊക്കെ ഒന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. ഇതാണ് നമ്മളുടെ കണ്ടോ ഫ്ലാക്സ് സീഡ്. ഞാൻ ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മളിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഹെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടാവും, ഒരു സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, റഫ്നെസ് മാറിയിട്ട് ചെറിയൊരു സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നു. നല്ല സോഫ്റ്റ് അല്ല, ചെറിയൊരു സോഫ്റ്റ്നെസ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എന്താ നമുക്ക് നോക്കി നോക്കാം. 7 ദിവസം ഫുള്ളായിട്ട് വെച്ചാൽ ദിവസം അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അല്ലേ. അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പം ഞാൻ ആദ്യം ഒന്നിങ്ങനെ കാണിച്ചു തരാം, പിന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെയൊക്കെ പോയിട്ട് ഇത് നല്ല വഴുവഴുപ്പുള്ളതല്ലേ, അപ്പോൾ വഴിക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അയ്യോ. ഓക്കെ. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓഹോ, താഴെ വീഴല്ലേ. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഹെയർ ഡ്രൈ ആവണ വരെ ഞാൻ പിടിക്കാറുണ്ട്. നിങ്ങളുടെ ഹെയർ എപ്പോഴാണോ ഡ്രൈ ആവണത് അതിനനുസരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 1 മണിക്കൂർ കൂടുതൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഷാമ്പു കണ്ടീഷണർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഒലിച്ചിറങ്ങാത്തതാണ് പ്രശ്നം.
അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാനായിട്ട് മുന്നേ ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതിട്ടോ. നമ്മൾ ഡ്രസ്സിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്തവർ എന്തെങ്കിലും ക്യാപ്പ് എന്തെങ്കിലും തല്ലിട്ടാൽ മതിട്ടോ. നമ്മൾ കവർ ചെയ്യണ തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇത് ഇതൊക്കെ എൻ്റെ വളർന്നു വരുന്ന മുടികളാണ് കേട്ടോ. അത് നല്ല കുഞ്ഞതായിരുന്നു. ഇവിടെ ഉണ്ട് ഇതേപോലെ കുറേ, പുറത്തേക്ക് എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ നോക്കണ കാരണം അത്യാവശ്യത്തിന് കെയർ നമ്മളുടെ ഹെയറിന് കൊടുക്കണ കാരണം ഇപ്പം നല്ല രീതിക്കൊന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഹെയറാണ് കേട്ടോ ഇത്. കണ്ടോ ഇത്രയും നീളം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയർ വളരാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാൻ വേണ്ടിയിട്ടും നല്ല തിക്കോട് കൂടിയിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട്, താരം പോകാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 7 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയറിന് എന്ത് മാറ്റം ഉണ്ടാവും എന്നാണ് നമ്മൾ ഈ ചലഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഫ്ലാക്സ് സീഡിൻ്റെ പാക്ക് മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 7 days കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് day 3 കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് day 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ റിസൾട്ട് ഇത് 2 ദിവസം നമ്മൾ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് നോക്കുക, ഭയങ്കരമായിട്ടുള്ള ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റത്തെ ദിവസത്തെല്ലാം ഞാനൊരു വീഡിയോ ഇട്ടുതരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കൂ കേട്ടോ. എനിക്ക് നല്ലൊരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു സ്മൂത്തായ പോലെ ഉണ്ട് ഹെയർ. നല്ല എന്താ പറയുക, നമ്മുടെ ഫ്ലാക്സ് സീഡ് ചിലരക്കാരനല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമ്മളൊരു 2 ദിവസം നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 7 days കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ട് പല പാക്കുകളും ഉണ്ട്. നമുക്ക് ഒറ്റ യൂസ് ചെയ്ത് തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പാക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡ് നമ്മുടെ ഹെയറിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു 7 days കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് പോയി നോക്കി നോക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഇടയിൽ അടിപൊളി റിസൾട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡിൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും ബോറടിക്കും, പറഞ്ഞ് എനിക്ക് ബോറടിക്കില്ല, ആ കാര്യം വേറെ. പക്ഷെ നിങ്ങൾക്ക് കേട്ടിരുന്ന് നിങ്ങൾക്ക് ബോറടിക്കും. അത് കാരണം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനും വിട്ടു പോകരുത്. അപ്പോൾ ഞാനിവിടെ നമ്മളെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് 3ാമത്തെ ദിവസമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ 3 days കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് ഞാൻ നെക്സ്റ്റ് 4th day 4ാമത്തെ ദിവസം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇതുവരെ എനിക്ക് അപ്ലൈ ചെയ്തതിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് എൻ്റെ മുടി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. എനിക്കൊരു ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും നമ്മൾ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാം, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് പോയരുത് കേട്ടോ. നമ്മുടെ ഫൈനൽ റിസൾട്ടും അതിൻ്റെ ഇടയിലുള്ള റിസൾട്ടും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ചിലപ്പോൾ ഇടയിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി കൊള്ളാവൂ ഒന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇനി 4ാമത്തെ ദിവസം കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് തിക്കിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയി പോണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിക്കുമ്പോൾ ഈ കരട് മീൻസ് അതിൻ്റെ ഫ്ലാക്സ് സീഡ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ മുകളിൽ അങ്ങനെ നിൽക്കുന്നത് ഇതിലേക്ക് ആക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണ സമയത്ത് നമ്മൾ ഉണ്ടാക്കണ സമയത്ത് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുക, എന്നിട്ട് അത് അതിൻ്റെ അടി വരുന്ന ഫ്ലാക്സ് സീഡ് ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അങ്ങനെ ഒരു 2-3 ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തത് എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികളുടെ വല്ല സൗണ്ടും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എൻ്റെ മോള് ഇവിടെ താഴ്ത്തു നിന്നിട്ട് എന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനിന്ന്
അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാവേ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 അവർ ഞാൻ 2 അവർ വയ്ക്കാറുണ്ട്. 2 അവറെങ്കിലും മാക്സിമം, അല്ലെങ്കിൽ ഒരു 1 അവറെങ്കിലും വെച്ചിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് ഡേ 5 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പൂ കണ്ടീഷണറും ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളുടെ 7 ഡേയ്സ് ഫ്ലാക്സ് സീഡ് ചലഞ്ചിൽ 6ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മളിത് ഫ്ലാക്സ് സീഡ് ജെല്ല് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 5 ഡേയ്സ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇത് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മളുടെ ഹെയറൊക്കെ എന്താ പറയുക, നല്ലൊരു സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഫീലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയറിൽ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6ാമത്തെ ദിവസമാണ് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും അത്രയും ഒരു ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡ് സംഭവം ചിലർക്കാരനെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ഒരു 5 ഡേയ്സ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ ഇതേ 6ാമത്തെ ദിവസം ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കഴിയാൻ പോകണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ജെല്ലി യൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. നല്ലോണം തന്നെ ഹെയറിൽ തേച്ച് പിടിപ്പിച്ചോളുണ്ട്, എന്നാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇന്നേക്ക് 7 ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ദിവസം. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. എനിക്ക് ഇത്രയും ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ ചലഞ്ച് വീഡിയോസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത്. എന്തായാലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും കൂടിയിട്ട് ഞാൻ എനിക്ക് എന്താണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റത്തെ ദിവസം പറയാം കേട്ടോ. ലാസ്റ്റത്തെ ദിവസം ഇന്നാണ്, പക്ഷെ നമ്മൾ ഇന്ന് 7ാമത്തെ ദിവസം തലയിൽ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നാളെ ഇതിൻ്റെ റിസൾട്ട് കാണിക്കാം. അങ്ങനെ നമ്മളുടെ 7 ഡേയ്സ് ചലഞ്ചിൽ ലാസ്റ്റത്തെ ദിവസം വന്നെത്തിയിട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതേ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മുഖത്തൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഫേസിലല്ല ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോളുണ്ട്. ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നറിയാം, എന്നാലും പറഞ്ഞു വരികയാണ് കേട്ടോ. നമ്മളിത് ചെയ്യണതിൻ്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 2 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. 2 ഇല്ലാന്നുണ്ടെങ്കിലും ഒരു മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള കലാപരിപാടികളാണ് ഇതേ. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും, അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ എൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളായിട്ടുള്ള പരിപാടികളാണ് പിന്നെ കാണുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം കേട്ടോ. എന്താ ഇന്നുണ്ട് ഐസ് കാണിച്ചു കൊടുത്തേ. ഇന്നുണ്ട് നോസ് കാണിച്ചു കൊടുത്ത. നോസ് ടീത്ത് കാണിച്ചു കൊടുത്തേ. ലിപ്പ്, ചിന്ന് ഹാൻഡ് കാണിച്ചു കൊടുത്ത. ഹാൻഡ്. ഓ, ഇന്നോട് ലെഗ് എവിടെ? ഇതോ. സ്റ്റൊമക്ക് കാണിച്ചു കൊടുത്തേ. ബായ് പറഞ്ഞു. ബായ് ഫ്ലൈങ് കിസ് കൊടുക്കൂ. വാട്ട് ഈസ് യുവർ നെയിം? ഇന്നു.
ചാച്ച കൊടുത്തേ ബായ് പറഞ്ഞേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ 7 days കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് ഞാൻ ലാസ്റ്റ് റിസൾട്ട് കാണിക്കുന്ന ദിവസം, ഇന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം വിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കാരണം എന്നല്ല, അടിപൊളി റിസൾട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ. ഉഫ്, നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മളെ ഫ്ലാക്സീഡ് അടിപൊളി സംഭവമാണ്. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തതിൻ്റെ ഒരു മുടക്കം വരാതെ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ഫലം എന്തായാലും ഉണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ. ഇത്രയും എൻ്റെ നല്ല ഡ്രൈ ഹെയറാണ് എൻ്റെത്. അപ്പോൾ ഇത് സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താ, ഒന്ന് ലെങ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ അവിടെ കാണിക്കാം. ഫസ്റ്റ് ഞാൻ കാണിച്ചപ്പോൾ ഉള്ളത് കാണിക്കുമ്പോൾ ഞാൻ ഫസ്റ്റത്തെ ദിവസത്തെ ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ ചിത്രം ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചൊന്ന് ലെങ്ത് ആയ പോലെ. നമ്മൾ അളവൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഒരു കൺഫ്യൂഷൻ വന്നേ. നല്ല ലെങ്ത് വെച്ചിട്ടുള്ള പോലെ ഉണ്ട്. അയ്യോ, എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് ഇത്രയ്ക്കും റിസൾട്ട് ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്തെങ്കിൽ കൂടിയും ഇത്രയ്ക്കും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ കംപ്ലീറ്റ് 1 വീക്ക് നമ്മൾ വിടാതെ തന്നെ, ഒരു ദിവസം പോലും വിടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാക്സീഡ് ചില്ലറക്കാരനല്ല അല്ലേ. അപ്പോൾ എനിക്കൊന്ന് ലെങ്ത് ആയ പോലെ ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ. അപ്പൊ നമ്മുടെ ഫ്ലാക്സീഡ് ഒട്ടും ചില്ലറക്കാരനല്ല കേട്ടോ. ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഉള്ള റിസൾട്ട് ആണ് ഇപ്പൊ ഇത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. നീളം വെക്കാത്ത മുടി, അങ്ങനത്തെ നമ്മൾ പറയില്ലേ എന്ത് ചെയ്തിട്ടും നീളം വെക്കുന്നില്ല എന്നൊക്കെ, അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലത്തെ ചലഞ്ച് വീഡിയോസോ എന്തെങ്കിലും വീഡിയോസോ ഒക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് പറയാട്ടോ. ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും നേരം എന്നെ ക്ഷമിച്ച് സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഞാനിതിലൊരു ഫേക്കും നടത്തിയിട്ടില്ല. അടിപൊളി റിസൾട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.